വെൽക്കം ടു ഡെലീഷ്യസ് ഡെലിക്കസീസ്. ആപ്പിൾ ബ്രെഡ് പോക്കറ്റ്സ് ആണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ 2 ആപ്പിൾ എടുത്ത് നന്നായി പീൽ ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിനകത്തേക്ക് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ഷുഗറും ഇതിന് പകരമായിട്ട് ആഡ് ചെയ്യാം. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ആഡ് ചെയ്യേണ്ട കറുകപ്പട്ടയുടെ പൊടി. സിനമൺ പൗഡറിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിഞ്ച് ചുക്കിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെടുത്ത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും നമ്മൾക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു റോളിംഗ് പിൻ എടുക്കാം. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ മേലെ കൂടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈ ബ്രെഡ് നല്ല തിൻ ഷീറ്റായിട്ട് വരും. അങ്ങനെ നമ്മൾക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബ്രെഡിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ 4 വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൈകൊണ്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് ഹോൾസ് ഇല്ലാതെ തന്നെ സീൽ ചെയ്തെടുക്കണം. ഹോൾസ് ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഓരോ ബ്രെഡ് പോക്കറ്റ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഒരേ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ആപ്പിൾ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയുക. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.